പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കാനാണ് ഈ സമയത്ത് ഇങ്ങനെയൊരു ലൈവിലേക്ക് വരുന്നത്. ദുബായ് വാർത്ത എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും ഒരു നടപടി അടിയന്തരമായി എടുക്കേണ്ടതുമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ചൈനയിൽ മലയാളി കുട്ടികൾ നിരവധി ദുരിതത്തിൽ കഴിയുകയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് ബാധ ഏറ്റിരിക്കുന്ന ഒരു പ്രേത നഗരം പോലെയായി മാറിയ വുഹാനിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇച്ചാൻ എന്ന് പറയുന്ന നഗരത്തിൽ പഠനത്തിന് വേണ്ടി പോയ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ 10-25 കുട്ടികൾ അവിടെയുണ്ട്. അതിൽ ഒരു റൂമിൽ തന്നെ 6 പേർ. ഞങ്ങൾക്ക് വിവരം തന്നത് ഷഹാസ്, ഈ വിദ്യാർത്ഥി കൊല്ലത്തു നിന്നുള്ള കുട്ടിയാണ്. അവർ കഴിഞ്ഞ 6 ദിവസമായി പുറത്തിറങ്ങാതെ റൂമിനുള്ളിൽ തന്നെ അടച്ചിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അവരുടെ ആഹാരം കരുതി വച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ഇന്നുകൊണ്ട് എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ പറ്റുന്ന ആഹാരം മാത്രമേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതിപ്പോൾ കാണുന്നവർ, ഇത് കേൾക്കുന്നവർ, ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവത്തിൽ എത്തുന്ന വിധത്തിൽ ഇത് ഷെയർ ചെയ്ത് ബന്ധപ്പെട്ടവരാരെങ്കിലും, ഇതുമായൊക്കെ ബന്ധമുള്ള ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നമ്മുടെ ചൈനയിലെ ഇന്ത്യൻ എംബസി ഉണ്ടല്ലോ, അവിടെ എത്തിക്കാനോ അല്ലെങ്കിൽ ഡൽഹിയിൽ വേണ്ടപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത് എത്തിക്കാനോ ശ്രമിക്കണം. ആ കുട്ടികളെ ഇപ്പോൾ അവർക്കുള്ള ഫോൺ വഴി ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറച്ചു മുമ്പ് ഇവരുടെ വീഡിയോ ബഹ്റൻ വാർത്തയുടെ എഡിറ്ററായ ഷാഫിക്ക് കിട്ടിയ ഒരു വീഡിയോ ദുബായ് വാർത്തയിലേക്ക് അയച്ചു തന്നു. ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. ആ വീഡിയോയിലേക്ക് നമുക്ക് കിട്ടിയ വീഡിയോ ആദ്യം ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചൈന പെരിഗോറസ് യൂണിവേഴ്സിറ്റി ഇച്ചാങ്ങിലാണ്. ഇതെന്ന് പറഞ്ഞാൽ വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ മാറിയിട്ടാണ്. ഇവിടെ ആകെ സിറ്റുവേഷനൊക്കെ ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിറ്റി ഫുള്ള് ലോക്ക്ഡൗൺ ആണ്. എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്തു. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നുമില്ല. ഹൈവേസ് ആണെങ്കിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഞങ്ങൾക്ക് അടുത്തുള്ള അഡ്ജസ്റ്റ് സിറ്റീസ് ഹൈവേ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. അവർക്ക് ആഹാരമില്ല, പുറത്തിറങ്ങാൻ വയ്യ. ആരെ വിളിച്ചിട്ടും കിട്ടുന്നുമില്ല. എംബസിയിലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ പറയുന്നത് അവരെ സഹായിക്കാമെന്നാണ്. പക്ഷെ ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പോൾ ഷഹാസും അഫ്കറും ഒക്കെ നമ്മുടെ ലൈനിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഡയൽ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹലോ ഷഹാസ്. ഷഹാസ്, നമ്മളിപ്പോ നമ്മുടെ ആളുകളോട് ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ എന്നുള്ള വിഷയം. നിങ്ങളുടെ വീഡിയോ ഇവിടെ കിട്ടി. ശരിക്കും കൃത്യമായിട്ട് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാമോ? കഴിഞ്ഞ 6 ദിവസമായിട്ട് റൂമിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഫുഡിന്റെ കാര്യമാണ് മെയിൻ കാര്യം. ഫുഡ് ഞാൻ നേരത്തെ സ്റ്റോക്ക് ചെയ്തിരുന്ന കുറച്ച് റൈസ് ഉണ്ടായിട്ട് എല്ലാ ദിവസവും കഞ്ഞി കുടിച്ചാണ് ഇത്ര ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നോ നാളത്തെ ഇന്ന് നൈറ്റോടെ കാണത്തുള്ളത്. ഞാൻ ഇവിടെ 25ഓളം മലയാളികളുണ്ട്. എത്ര പേരാണ് മൊത്തം മലയാളികൾ? 25ഓളം മലയാളികൾ. കറക്റ്റ് എനിക്ക് അറിയില്ല. ഞങ്ങൾ ഡോമിൽ താമസിക്കുന്ന ഞങ്ങൾ 8 പേരുണ്ട്. എന്റെ കൂടെ ഇപ്പൊ ഒരു 8 പേരുണ്ട് ഇവിടെ. ബാക്കിയുള്ള അപ്പുറത്തെ ഡോമിലാണ് താമസിക്കുന്നത്. ഞാൻ പരസ്പരം കോൺടാക്ട് ജസ്റ്റ് വാട്സപ്പുമായി മാത്രമേ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ വാഹനങ്ങളൊന്നും ഓടുന്നില്ല, ഈ സ്ഥലത്ത് ഓടുന്നില്ല അല്ലേ? ഇല്ല, ഇവിടെ ഇപ്പം റെഡ് ടാക്സി മാത്രമേ ഓടുന്നുള്ളൂ. അതായത് ടാക്സി ബസ്സുകളാണ്. എമർജൻസി കേസിൽ ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം ടാക്സി അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റൊരു സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെയുള്ള ടാക്സിയെ കിട്ടില്ല? ഞങ്ങള് ഒരു ഡ്രൈവറെ സംഘടിപ്പിക്കാൻ നോക്കിയായിരുന്നു. അങ്ങനെ ഒരു ഡ്രൈവർ ഒപ്പിച്ചെടുത്ത് എങ്ങനെയാലും അവിടുന്ന് അടുത്ത ചാങ്ഷനിലെ വേറെ പ്രൊവിൻസിലോട്ട് പോകാൻ വേണ്ടി അദ്ദേഹം ഓക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. കാരണം റോഡ്സ് എല്ലാം ബ്ലോക്ക് ചെയ്തേക്കാണ്. ഇവിടുന്ന് പോകാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് വേണം, സാങ്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ എംബസിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോ എംബസി പറഞ്ഞത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു, ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ച് ഞങ്ങൾക്ക് പെട്ടിയിലേക്ക് തരാനാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊടുത്തിട്ടും അവിടുന്ന് യാതൊരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെയും ഇവിടെ തന്നെ പാക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്താണ് അറിയാണ്ട്. ഷഹാസ്, അങ്ങനെ എംബസിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തലത്തിൽ ഇതിന് ഗൗരവം കൂടുതൽ കൂട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോ ഇങ്ങനെ ഒരു ലൈവ് ചെയ്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ വരുമോ, എംബസി ഇടപെടുമോ, ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു സിറ്റിയിലേക്ക്
പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആഹാരം എത്തിക്കാനുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. മറ്റാരെങ്കിലും അടുത്തുണ്ടെങ്കിലും ഒന്ന് കൊടുക്കാമോ? അല്ല, കൊല്ലത്ത് എവിടെയാണ് ഷഹാസ്? ഷഹാസ് കൊല്ലത്ത് എവിടെയാണ്? കരുനാഗപ്പള്ളിയിലാണ്. ഓക്കെ, അപ്പോൾ അഫ്കർ എവിടെയുള്ള ആളാണ്? ഒന്ന് കൊടുക്കാമോ ഫോണില്? ഹലോ അഫ്കർ, എല്ലാരും പേടിച്ചിരിക്കുകയാണോ? ഒന്നും എല്ലാം ശരിയാവും കേട്ടോ. നമുക്ക് ഈ ഇതൊക്കെ ലോകത്ത് ആൾക്കാർ അറിയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇത്രയും ദൂരെ, വുഹാനിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണല്ലേ ഇച്ചാങ്? അവിടെ എന്താ പഠിക്കുന്നത്? MBBSന്റെ 4th ഇയർ. ഓക്കെ, ഇനി 1 വർഷം കൂടെ ഉണ്ട്. ഇപ്പൊ കോളേജിൽ നിന്ന് എന്താ, കോളേജൊക്കെ അടഞ്ഞു കിടക്കുകയാണോ? കോളേജ് ഓൾറെഡി ലീവ് ആയിരുന്നു. ഇവിടുത്തെ ചൈനീസ് ന്യൂ ഇയർ ആണ്. അതെ. ചൈനയിൽ മൊത്തം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹോസ്റ്റലിൽ പെട്ടിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റാതെ. അതിന്റെ കൂടെ ഇതും കൂടെ വന്നപ്പോ ശരിക്കും ലോക്കായി. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ ഇച്ചാങ്ങിൽ എന്തെങ്കിലും കൊറോണ വൈറസിന്റെ പ്രശ്നം ഉണ്ടോ? ആദ്യം 5 ദിവസം മുമ്പ് ഇവിടെ ഒരു കേസായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നായപ്പോഴേക്ക് 51 കേസായിട്ടുണ്ട്. ഒരെണ്ണം 51 കേസായിട്ടുണ്ട്. അത് ഒഫീഷ്യലി സ്ഥിരീകരിച്ചതാണോ? ഈ ഇച്ചാങ്ങിൽ മാത്രം 51 വന്നു എന്നുള്ളത് അത് ഒഫീഷ്യലി സ്ഥിരീകരിച്ച കാര്യമാണ്. ഓക്കെ, ഇപ്പൊ എംബസി സീരിയസ് ആയിട്ട് ഇടപെട്ടാൽ മാത്രമേ അവിടെ നിന്ന് മാറി മറ്റേതെങ്കിലും സിറ്റിയിലേക്ക്. ഇത് ബാധിക്കാത്ത സിറ്റി അടുത്ത് ഏതാ ഉള്ളത്? ചാങ്ഷ എയർപോർട്ട് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എയർപോർട്ടിൽ പോയാൽ ഇന്ത്യയിലേക്ക് വരാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുമെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പോ ഞങ്ങളത് എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും മറ്റ് ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും വേണ്ടിയുള്ളൊരു ചെറിയ ശ്രമമാണ് നടക്കുന്നത്. എത്ര കണ്ട് വിജയിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ആഹാരത്തിന്റെ കാര്യത്തിലോ അവിടെ നിന്ന് മാറുന്ന വിഷയത്തിലോ ഒക്കെയുള്ള, നിങ്ങൾ ഏതായാലും സമാധാനപരമായിട്ടിരിക്കും. 4 വർഷം പഠിച്ചതല്ലേ, ഇനി 1 വർഷം നല്ല രീതിയിൽ പഠിച്ചിട്ട് ലോകത്തിന് നന്മ ചെയ്യുന്ന ഡോക്ടർമാരായിട്ട് മാറേണ്ടവരാണ്. നിങ്ങൾ ആത്മധൈര്യം കൈവിട്ട് കളയരുത്. നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കണം കേട്ടോ. നിങ്ങൾ 6 പേരാണ് ഈ റൂമിൽ അല്ലേ? 6 പേരോ 8 പേരോ? ഓക്കെ, മറ്റുള്ള 25 പേരെന്ന് പറഞ്ഞൊക്കെ വേറെ റൂമിലാണോ? അത് അപ്പുറത്ത് വേറൊരു റൂമുണ്ട്, അവിടെയും കൂടെ കൂട്ടിയിട്ടാണ്. 3 റൂമുണ്ട്. വേറെ കുറച്ച് ഗേൾസും കൂടെ ഉണ്ട്. ഗേൾസും ഉണ്ട്. ഓക്കെ, അവരെയും കൂടെ കൂട്ടിയിട്ടാണോ 25 പറഞ്ഞത്? അതെ. അവരൊക്കെ കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്നുള്ളവരാണോ? എല്ലാരും പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരാണ്. ഓക്കെ, ഏതായാലും ഇന്ന് എന്തെങ്കിലും ആഹാരത്തിന്റെയും യാത്രയുടെയും സ്വസ്ഥതയുടെയും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് ഷഹാസിന് വീണ്ടും കൊടുക്കൂ. ഹലോ, ചൈനയിൽ ഇങ്ങനെ ദുരിതത്തിൽ പെട്ടുപോയ മലയാളി MBBS വിദ്യാർത്ഥികൾ, അവർ 25 പേരുണ്ട്. അതിൽ 6 പേർ റൂമിൽ ഇരുന്നു കൊണ്ടൊരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണത്തിനും ലൈവിനും കാരണമായത്. ഷഹാസ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ക്യാപ്റ്റനെ കണ്ടെത്തി, എല്ലാവർക്കും അനുയോജ്യനായ ഒരു ക്യാപ്റ്റനെ കണ്ടെത്തിയിട്ട് എല്ലാവരും സമാധാനപരമായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഊർജം പകർന്നു കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും പേടിച്ചിട്ട് നമ്മളാകെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ വീട്ടുകാരൊക്കെ വിഷമിക്കും. ഏതായാലും ഇതിപ്പോ എംബസിയോ മറ്റാരെങ്കിലും ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ കാര്യത്തിൽ അവിടെ നിന്നൊരു ട്രാൻസ്പോർട്ടേഷനും ആഹാരത്തിന്റെ വിഷയവും ഒരുപക്ഷെ നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാവർക്കും ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ ഷഹാസ്, നല്ലത് വരും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന സത്യാവസ്ഥ. കൂടുതൽ ആളുകളൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പല മാധ്യമങ്ങളും പറയുന്നുണ്ടെങ്കിലും ചൈനയിൽ കൊറോണ വൈറസ് ബാധ ഏറ്റ സ്ഥലത്തിനടുത്ത് കിടക്കുന്ന, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ നഗരങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ മലയാളി കുട്ടികൾ നമ്മുടെ സ്വന്തം എംബസിയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് വ്യക്തമായ മറുപടി കിട്ടാതെ വിഷമിച്ച് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ആ ഒരു മുഹൂർത്തങ്ങളാണ്. അവരുടെ ഭക്ഷണം ഇന്ന് രാത്രി കൊണ്ട് കഴിയുന്ന അവസാനത്തെ കഞ്ഞിക്കുള്ള വറ്റും അരിയും ഇന്ന് തീരുകയാണ്. പുറത്തിറങ്ങി വാങ്ങാൻ കടകൾ തുറക്കുന്നില്ല, യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ല, ആരെ വിളിച്ചാലും ആർക്കും പരസ്പര ബന്ധമില്ലാതെ അവനവന്റെ ശരീരം മാത്രം നോക്കിക്കൊണ്ടു പോകുന്ന വളരെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ ചൈനയിൽ നമ്മുടെ കുട്ടികൾ, മലയാളി കുട്ടികൾ പോകുമ്പോൾ നമ്മൾ എംബസി അറിയിച്ച്
ഇവർക്ക് ഇച്ചാങ് എന്ന് പറയുന്ന പ്രദേശത്ത് എത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ മെസ്സഞ്ചറിൽ വന്നാൽ ഇവരുടെ വാട്സപ്പ് നമ്പർ തരാം. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ബഹ്റൈൻ വാർത്തയും ദുബായ് വാർത്തയും ചേർന്നുകൊണ്ട് ചെയ്യാമെന്ന് പറയുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും മീഡിയയിൽ എത്രയും പെട്ടെന്ന് അറിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ കുട്ടികൾ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും മുന്നോട്ട് വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.